PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻ? വാട്ട് ഡസ് ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻ? ഓപ്ഷൻ എ വെരി സ്പെഷ്യൽ ഡേ. ഓപ്ഷൻ ബി എ വെരി ഫ്രൈറ്റ്ഫുൾ ഡേ. എ വെരി കൂൾ ഡേ. എ വെരി ഹോട്ട് ഡേ. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ? ഒന്ന് നോക്കിക്കേ. എ റെഡ് ലെറ്റർ ഡേയുടെ മീനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ കലണ്ടറിലാണെങ്കിലും എ റെഡ് ലെറ്റർ ഡേ, അതായത് നമ്മൾ കലണ്ടറിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സൊക്കെ റെഡ് ലെറ്ററിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ റെഡ് ലെറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് മെമ്മറബിൾ ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ, കുറച്ച് റിമെമ്പേർഡ് ഡേ ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ എ വെരി സ്പെഷ്യൽ ഡേ ആണ് എ റെഡ് ലെറ്റർ ഡേ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇഡിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ കലണ്ടർ എടുക്കുമ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ ഡേയ്സൊക്കെ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ഏതിങ്കിലാണ്, ഒരു റെഡ് ഇങ്കിലല്ലേ അവർ മാർക്ക് ചെയ്തേക്കുന്നത്. അതെന്താണ്, വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സ് മാത്രമാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വെരി സ്പെഷ്യൽ ഡേ എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡേവിഡ് ഈറ്റ്സ് ടു മച്ച് ഹവർ ഡേയ്സ്. ഹി ഹാസ് ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസൺലി. എന്താ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? ഡേവിഡ് കുറച്ച് ദിവസം കൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കും അല്ലേ, നല്ല ഓവറായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പം ഹി ഹാസ് ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസൺലി, വെയിറ്റ് കുറച്ച് കൂടിയെന്നാണ് പറയുന്നത്. ഇവിടെ പൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൗണ്ട്സ് എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം ഡേവിഡ് കുറച്ച് ദിവസം കൊണ്ട് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ട് റീസൺലി അടുത്തായപ്പോൾ ഈ അടുത്ത കാലത്ത് ഡേവിഡിൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടിയെന്നാണ് പറയുന്നത്. അപ്പം ഏതായിരിക്കും ഓപ്ഷൻസ് വരുന്നത്? ആൻസർ വരുന്നത് പുട്ടപ്പ് വിത്ത് ആണോ, പുട്ട് ഓൺ ആണോ, പുട്ട് ഇൻ ആണോ, പുട്ട് അസൈഡ് ആണോ? ഓക്കെ, ആൻസർ വരുന്നത് പുട്ട് ഓൺ ആണ്. എന്തുകൊണ്ടാണ് പുട്ട് ഓൺ വന്നത്? നമ്മുടെ ശരീരത്ത്, അതായത് നമ്മുടെ ബോഡിക്ക് മുകളിൽ ഇടുന്നതിനെ എല്ലാം പുട്ട് ഓൺ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം വെയിറ്റ് ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് മുകളിലാണ് കൂടിയിരിക്കുന്നത്. ഇപ്പം ഡ്രസ്സ് ധരിക്കുക, മേക്കപ്പ് ഇടുക, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് മുകളിൽ ഇടുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഇപ്പം ഡ്രസ്സ് ഇട്ടു അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഇട്ടു, ഇതിനെയൊക്കെ ഏതുകൊണ്ടാണ്? പുട്ട് ഓൺ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് മുകളിൽ ഇടുന്നതിനെ എല്ലാം പുട്ട് ഓൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് മുകളിൽ കൊടുക്കുന്ന വെയിറ്റും. സോ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനെ എന്തെന്ന് പറയാം? പുട്ട് ഓൺ എന്ന് നമുക്ക് പറയാം. സോ ഇവിടുത്തെ ആൻസർ പുട്ട് ഓൺ ആണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കിയാലോ. ഈ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പുട്ടിൻ എന്താണ്? ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുക. നമ്മളിപ്പോൾ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നല്ല എഫേർട്ട് ഇടണം, എന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനെയാണ് പുട്ടിൻ എന്ന് പറയുക. ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളിടുന്ന ആ ഒരു എഫേർട്ടിനെയാണ് പുട്ടിൻ എന്ന് പറയുന്നത്. ഇനി പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുന്നതിനെയാണ് പുട്ട് അസൈഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കുറച്ച് പൈസ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനെ എന്തെന്ന് പറയാം? പുട്ട് അസൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.